Hi, I am Dr. Soumya Nandan, Consultant Ophthalmologist, Ahalya Foundation Eye Hospital, Pattambi. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസിനെ കുറിച്ചാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ, ഉണ്ടാകാനുള്ള കാരണങ്ങൾ, ഇതിൻ്റെ ചികിത്സാ രീതികൾ. ആദ്യമായിട്ട് നമുക്ക് ലക്ഷണങ്ങൾ കാണാം. പ്രധാനമായും ചൊറിച്ചിൽ തന്നെയാണ്. അതിനോടനുബന്ധിച്ച് ചിലവർക്ക് വെള്ളം വരവ് ഉണ്ടാകാം, കണ്ണിന് ചുവപ്പ്, പോളയുടെ വീക്കം, അതുപോലെ തന്നെ നൂല് പോലെ തീള വരിക എന്നതും കാണാറുണ്ട്. ചിലവർക്ക് അതിനോടനുബന്ധിച്ച് ജലദോഷം, തുമ്മൽ എന്നിവയും അനുഭവപ്പെടാറുണ്ട്. ഇനി ഇതിൻ്റെ കാരണങ്ങൾ, അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ 2 രീതിയിലാണ് ഇത് വരിക. ഒന്ന് സീസണൽ ആയിട്ട് വരാം, 2 പെരിനിയൽ. സീസണൽ എന്ന് വെച്ചാൽ ചില കാലങ്ങളിൽ ചിലവർക്ക് ചൊറിച്ചിലും ചുവപ്പും അനുഭവപ്പെടും. പ്രധാനമായിട്ടും പൊടിക്കാറ്റുള്ള സമയങ്ങളായിരിക്കാം, തണുപ്പുള്ള സീസൺസ്, ചിലതരം പൂക്കളുടെ പൊടികൾ ഉണ്ടാവുക സീസൺസ് ഉണ്ടാവും. പൂവിൻ്റെ പരാഗണങ്ങൾ നടക്കുന്ന സമയങ്ങളിൽ ആ ഒരു കാലഘട്ടത്തിൽ മാത്രം ആൾക്കാർക്ക് ചുവപ്പും ചൊറിച്ചിലും ആയിട്ട് വരാറുണ്ട്. രണ്ടാമത് പെരിനിയലാണ്. പെരിനിയൽ എന്ന് വെച്ചാൽ വർഷം മുഴുവനായിട്ടും ചെറിയ രീതിയിൽ വന്നും പോയിക്കൊണ്ടും ഇരിക്കും. അത് പ്രധാനമായിട്ടും നമ്മുടെ ഈ എൻവയോൺമെൻ്റൽ പൊല്യൂഷൻ, അന്തരീക്ഷത്തിലെ പുക, പൊടി എന്നിവ കാരണം വരാം. ചില വീടുകളിൽ പെറ്റ്സ് ഉണ്ടാവും, വളർത്തു മൃഗങ്ങൾ. അവരുടെ രോമങ്ങൾക്ക് ചിലവർക്ക് അലർജി ഉണ്ടാവും. കൂടുതൽ സമയം ഐ മേക്കപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാർ, ഹെയർ ഡൈ ഉപയോഗിക്കുന്ന ആൾക്കാർ, ചിലതരം ഭക്ഷണങ്ങൾക്കും അലർജി കാണും. അതായത് കടൽ മത്സ്യങ്ങൾ, അവരുടെ ഷെല്ലുള്ള ഞണ്ട് പോലത്തെ മത്സ്യങ്ങൾ, ചില ഫ്രൂട്ട്സ്, പപ്പായ, വാട്ടർമെലൺ പോലത്തെ ഫ്രൂട്ട്സിന് ജനറലൈസ്ഡ് ആയിട്ടുള്ള അലർജിയുള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് കണ്ണിലേക്ക് ചൊറിച്ചിലും ചുവപ്പും കാണിക്കാറുണ്ട്. മൂന്നാമതായി നമുക്ക് ഇതിൻ്റെ പരിഹാരങ്ങളും ചികിത്സാ രീതികളും നോക്കാം. അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളെ പൊതുവെ നമ്മൾ അലർജൻസ് എന്നാണ് പറയുന്നത്. ഈ അലർജൻസ് ആയിട്ടുള്ള കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അതിനായി നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഒന്ന്, നമുക്ക് യാത്ര ചെയ്യുമ്പോൾ പ്രൊട്ടക്റ്റീവ് ഗ്ലാസുകൾ ഉപയോഗിക്കാം. വീടിനുള്ളിൽ ബെഡ്റൂമുകളിൽ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ്സ് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫാൻ, AC എന്നിവ റെഗുലർ ക്ലീനിങ് ചെയ്യുക. കുട്ടികൾ മണ്ണിൽ കളിച്ചു വന്നാൽ ഉടനെ തന്നെ കൈ സോപ്പിട്ട് കഴുകാനും അതുപോലെ മുഖം വൃത്തിയുള്ള വെള്ളത്തിൽ കഴുകാനും പറയുക. ഐ മേക്കപ്പ് അലർജി ഉള്ളവർ ആവശ്യങ്ങൾക്ക് മാത്രമായി ഇതിൻ്റെ ഉപയോഗം ചുരുക്കുക. അതുപോലെ അലർജിക് ഫുഡ് ഐറ്റംസ് പരമാവധി അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതെല്ലാം ചെയ്തിട്ടും നമുക്ക് ചെറിയ രീതിയിൽ ചൊറിച്ചിൽ, ചുവപ്പ് കളറൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമായിട്ടൊരു ടെൻഡൻസി ഉണ്ടാവും കൈ വെച്ചിട്ട് വരുക എന്നുള്ളത്. യാതൊരു കാരണവശാലും കൈയും തുണിയും കണ്ണിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകരുത്. അത് പറയാനുള്ള പ്രധാന കാരണം, നമ്മൾ കൈവച്ച് റബ്ബ് ചെയ്യുമ്പോഴാണ് കണ്ണിൻ്റെ ചുവപ്പ്, വെള്ളം വരവ് കൂടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണമണിക്കുള്ള സ്വാഭാവികമായ ഒരു വളവുണ്ട്, അത് വ്യത്യാസപ്പെടും. ഇത് കുട്ടികൾക്ക് കാഴ്ചക്കുറവിന് ഒരു കാരണമായിട്ട് മാറും. അതുപോലെ തന്നെ കണ്ണിന് ചുറ്റും കറുപ്പ് വീഴാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് പതുക്കെ ഒന്ന് കണ്ണ് പോയി തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യുക. പറ്റുകയാണെങ്കിൽ ചെറിയ ഐസിൻ്റെ പാക്സ് കണ്ണിൻ്റെ പോളയമേ കോൾഡ് കംപ്രസ് പോലെ ചെയ്യാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഒരു നേത്രരോഗ വിദഗ്ധനെ കണ്ട് നിങ്ങളുടെ കണ്ണിൻ്റെ അലർജിക് സ്റ്റേജ് അനുസരിച്ച് മരുന്നുകൾ ഉപയോഗിക്കാവുന്നതാണ്. തുടക്കം ഉള്ള സ്റ്റേജുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ ലൂബ്രിക്കൻറ്റും ആൻറ്റിഹിസ്റ്റമിൻ ഡ്രോപ്സിലും അത് പൂർണ്ണമായും ഭേദമാകും. എന്നാൽ കൂടുതൽ ചുവപ്പ്, ലൈറ്റ് നോക്കാനുള്ള ബുദ്ധിമുട്ട് കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ മൈൽഡർ സ്റ്റിറോയിഡ് ഡ്രോപ്സുകൾ ആവശ്യം വരാറുണ്ട്. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കറക്റ്റ് ഫോളോ അപ്പിന് ചെല്ലാനായിട്ടും ശ്രദ്ധിക്കുക. ശരിയായ അവബോധത്തോടെ നമുക്ക് നമ്മുടെ കണ്ണുകളെ സംരക്ഷിക്കാം, അവയുടെ ആരോഗ്യം നിലനിർത്താം. താങ്ക് യു.